വേദപുസ്തകത്തിലെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പരമപ്രധാനമായ ഒരു വിഷയമാണ് മാനസാന്തരം എന്നുള്ളത്. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തോട് പ്രതികരിച്ച ജനം ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ എന്നുള്ളത്. കർത്താവായ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന് മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാനും യേശുക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യന്മാരും എല്ലാം പ്രസംഗിച്ചത് മാനസാന്തരം ആയിരുന്നു. അരയോപകക്കുന്നിൽ തത്വജ്ഞാനികളായിട്ടുള്ള മനുഷ്യരോട് പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ കേൾവിക്കാർക്ക് യാതൊരു അർത്ഥശങ്കയ്ക്കും വകയില്ലാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്നാണ് പ്രസംഗിച്ചത്. താൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഇപ്പോൾ ലക്ഷ്യമാക്കുന്നില്ല. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് അനുഗമിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഇന്ന് മാനസാന്തരം പ്രസംഗിക്കപ്പെടുന്നില്ല. അതിനു പകരം മറ്റെന്തൊക്കെയോ. അതുകൊണ്ട് വീണ്ടും ജനന അനുഭവം പലരിലും നടക്കുന്നില്ല, അല്ലെങ്കിൽ ക്രിസ്തു ഉരുവാകുന്നില്ല. ഒരു വ്യക്തിയിൽ ക്രിസ്തു ഉരുവാകുന്നില്ലെങ്കിൽ, ക്രിസ്തു വസിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തു അവനിൽ വളരുന്നില്ലെങ്കിൽ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഞാനല്ല യേശു എന്നിൽ ജീവിക്കുന്നു. തൻ്റെ പ്രസ്താവന പോലെ ഒരു വ്യക്തിയിൽ ക്രിസ്തു ഉളവാകുന്നില്ലെങ്കിൽ, ഉരുവാകുന്നില്ലെങ്കിൽ, ആ വ്യക്തി എത്ര വലിയ സഭയുടെ അംഗമാണെങ്കിലും എന്ത് പ്രയോജനം? യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ സ്നാനപ്പെടുവാൻ വേണ്ടി വന്ന ആളുകൾ ചെറിയ പുള്ളികളൊന്നും അല്ലായിരുന്നു. പരീശന്മാരും സദൂക്യന്മാരുമൊക്കെയാണ്. അവര് മാനസാന്തരം പ്രസംഗിച്ച യോഹന്നാൻ സ്നാപകനോട് ചോദിച്ചു, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. എന്നാൽ സ്നാപക യോഹന്നാൻ്റെ മറുപടി, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയില്ലേ? ജഡപ്രകാരം അബ്രഹാമിൻ്റെ മക്കളാണ് ഞങ്ങൾ എന്ന് അവർ അഭിമാനിച്ചിരുന്നു. പക്ഷേ അബ്രഹാമിൻ്റെ വിശ്വാസവും അബ്രഹാമിൻ്റെ ജീവിതവും അബ്രഹാമിന് ദൈവത്തോട് ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരാത്മബന്ധവും അബ്രഹാമിൻ്റെ മക്കൾ എന്ന് സ്വയം വിശേഷിപ്പിച്ച് അതിൽ അഭിമാനിക്കുന്ന ആർക്കും ഉണ്ടായിരുന്നില്ല. ഇന്നും ഞാനൊരു ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് ജനിച്ചത് എന്ന് പറയുന്നവരുണ്ട്. പെന്തക്കോസ്ത് മാതാപിതാക്കന്മാരുടെ കുടുംബത്തിലാണ് ജനിച്ചത് എന്ന് പറയുന്നവരുണ്ട്. ഒരിക്കലും നിങ്ങൾ ദൈവരാജ്യത്തിൽ പോവുകയില്ല. ജഡത്തിൽ നിന്ന് ജനിച്ചതല്ല, ജഡമാണ്. വീണ്ടും ജനനമാണ് എല്ലാവർക്കും ആവശ്യമായിരിക്കുന്നത്. ഒന്നാം മനുഷ്യനായ ആദാമിൻ്റെ സന്തതിയായി ജനിച്ച മനുഷ്യൻ രണ്ടാം മനുഷ്യനായ, അല്ലെങ്കിൽ ഒടുക്കത്തെ ആദാമായ യേശുവിൻ്റെ മകനായി തീരണമെങ്കിൽ അവൻ ആത്മാവിൽ വീണ്ടും ജനിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. മാനസാന്തരപ്പെടാത്ത ആളുകളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങൾ നിങ്ങൾ കായ്ക്കണം, കായ്ച്ചില്ലെങ്കിൽ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുകയാണ് എന്നായിരുന്നു.
തൻ്റെ അടുക്കൽ സ്നാനപ്പെടുവാൻ വന്ന പരീശ സദൂക്യ പ്രമാണിമാരുടെ ഹൃദയവിചാരങ്ങളെ ഗ്രഹിച്ച യോഹന്നാൻ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. തീർച്ചയായും മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് എല്ലാവരോടും ദൈവം ആവശ്യപ്പെടുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും നമുക്ക് മാനസാന്തരം ഉണ്ടാകേണ്ടതുണ്ട്. ഒരിക്കൽ മാനസാന്തരപ്പെട്ടു എന്നതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല. ക്രിസ്ത്യ ജീവിതത്തിന് തുടക്കവും അതിനൊരു തുടർച്ചയും അതിന് ഒരു ഒടുക്കവും ഉണ്ട് എന്നുള്ളത് മറന്നു പോകണ്ട. ഒരിക്കൽ മാനസാന്തരപ്പെട്ടു, ശരി, നല്ലത്. എന്നാൽ എല്ലാ ദിവസവും നമ്മിൽ മാനസാന്തരാനുഭവം നടക്കണം. ദൈവത്തോട് ചോദിക്കണം, ഏതെല്ലാം കാര്യങ്ങളിൽ ഇനിയും ഞാൻ മാനസാന്തരപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. തീർച്ചയായും നാം ഒരുപാട് കാര്യങ്ങളിൽ വീണുപോയിട്ടുള്ളവരാകാം. ഏതിൽ നിന്ന് വീണു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് നാം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഓടിയതും അധ്വാനിച്ചതും ഞാനൊരു ക്രിസ്തു ശിഷ്യനാണെന്ന് പറയുന്നതും ക്രിസ്ത്യാനിയാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നതും എല്ലാം വ്യർത്ഥമായിട്ട് തീരും. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് മാനസാന്തര അനുഭവങ്ങൾ നൽകട്ടെ. നമുക്ക് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവാൻ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനപ്രകാരം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ എല്ലാവർക്കും കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.